നമ്മളിപ്പോൾ ഓൾഡ് വൈത്തിരിയിൽ കേട്ടോ വരുന്നത്. ഓൾഡ് വൈത്തിരിയിൽ നിന്ന് വരുന്ന വഴിയാണ്. നമ്മൾ ഈ ലാൻഡിലോട്ട് ഓൾഡ് വൈത്തിരിയിൽ നിന്നും വരാം, വൈത്തിരിയിൽ നിന്നും വരാം. ഓൾഡ് വൈത്തിരിയും വൈത്തിരിയും തമ്മിൽ ഏതാണ്ട് 1 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഈ 2 ടൗണിൽ നിന്നും നമുക്ക് ആക്സസ് ആണ്. ഒരു 1.25-1.5 കിലോമീറ്റർ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ടൗൺ വളരെ അടുത്താണ്. നമുക്ക് വലത്തോട്ടാണ് തിരിയേണ്ടത്. നിങ്ങൾ ചെറിയൊരു ഗേറ്റ് കണ്ടിട്ടുണ്ടാവും. ആ ഗേറ്റ് തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടാണ് കയറേണ്ടത്. ഇവിടുന്ന് ഇങ്ങോട്ട് കോമൺ വഴി കേട്ടോ. പലരെയും ലാൻഡ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ ഉള്ള വഴിയാണ്. അപ്പോൾ ഇപ്പം നിലവിൽ വഴി കുഴപ്പമൊന്നുമില്ല. വേനലിലൊക്കെ എല്ലാ വണ്ടിയും കയറുന്നതാണ്. ഇപ്പം മഴ പെയ്തതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ചെറിയൊരു കയറ്റാണ് മേലോട്ട്. അത്യാവശ്യം നല്ല വീതിയുള്ള റോഡാട്ടോ അത്. നമുക്ക് നല്ല രീതിയിൽ കോൺക്രീറ്റൊക്കെ ചെയ്ത് വീതിയുള്ള നല്ല അടിപൊളി റോഡാക്കാം എല്ലാവരും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ. ഇതിൻ്റെ മേലെ കുറേ സ്ഥലങ്ങളുണ്ട്. നമ്മൾ ഈ കാണാൻ പോകുന്ന കൂടാതെയുള്ള ലാൻഡുകളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഈ ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ ഒരു 200 മീറ്റർ 250 മീറ്റർ കയറി കഴിഞ്ഞാൽ ലാൻഡ് എത്തി. ഈ റോഡ് നമുക്ക് താഴെവശം നമുക്ക് കിട്ടും. പിന്നെ ഈ റോഡ് ഇങ്ങനെ ലെഫ്റ്റ് പോയിട്ട് കറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ലാൻഡിൻ്റെ ടോപ്പിലേക്ക് നമുക്കെത്താം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്കിതിൻ്റെ ഈ റോഡിൻ്റെ താഴെ സൈഡ് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ലാൻഡ് മേലെയാണ്. ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് ഇപ്പോൾ ലാൻഡ്. ഞാനിപ്പോൾ വണ്ടിയിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങിയേക്കാണ്. ഇപ്പം നമ്മൾ വന്ന വഴി ഇതാണ്. ലാൻഡ് ഇതാണ് കേട്ടോ. ഈ കാട് വെട്ടിക്കിടക്കുന്ന ലാൻഡാണ്. 2 ഏക്കർ ലാൻഡാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ കണ്ടിട്ട് നമുക്ക് ഈ റോഡ് കറങ്ങി നമുക്ക് ലാൻഡിൻ്റെ മേൽ സൈഡിലെത്താം. ഇതിങ്ങനെയാണ് കിടക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, ചെറിയൊരു ചെരുവിൽ കിടക്കുന്ന ഒരു ലാൻഡാണ്. കുറച്ച് തേയില ഉണ്ടായിരുന്നു ആദ്യം. തേയിലയൊക്കെ വെട്ടിയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ കാലിയായിട്ട് കിടക്കുന്നതാണ്. കുറച്ച് മരങ്ങളൊക്കെ ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഉള്ള ഒരു ലാൻഡാണ്. ചെറിയ ചെരുവാണ് കേട്ടോ. നമുക്ക് കൺസ്ട്രക്ഷനൊക്കെ പറ്റുന്ന ബുദ്ധിമുട്ടില്ലാത്തൊരു ചെരുവാണ്. ഇങ്ങനെയാണ് ഈ ലാൻഡ് കിടക്കുന്നത്. ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇവിടുന്ന് കാണുന്ന വ്യൂ ഇങ്ങനെയാണ്. നമുക്ക് മേലെത്തിയിട്ട് ഇതിൻ്റെ ഫുൾ വ്യൂ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. ഇങ്ങനെയാണ് ഈ ലാൻഡ് കിടക്കുന്നത്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. നമ്മൾ ഇപ്പം നിലവിൽ ഇതിൻ്റെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു കയറ്റമൊന്നുമില്ല മേലോട്ട് നിന്ന് ഞാൻ പറയുന്നതുകൊണ്ട് ഭയങ്കര കയറ്റത്തിലേക്കാണെന്നൊന്നും വിചാരിക്കേണ്ട. ചെറിയൊരു സ്ലോപ്പ്. വൈത്തിരിയുള്ള ലാൻഡൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, എന്തായാലും ചെറിയൊരു സ്ലോപ്പ് ഉണ്ടാവും. ആ സ്ലോപ്പ് ഉള്ളതുകൊണ്ടാണ് അതിനൊരു ബ്യൂട്ടി വരുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് സൈഡാക്കാം. ഇവിടെയാണ് നമ്മളെ ലാൻഡ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഇനി വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. ഇങ്ങനെയാണ് ലാൻഡ് വരുന്നത് കേട്ടോ. നിങ്ങൾ ആ മുളങ്കാടുകൾ കാണുന്നുണ്ട്. ആ മുളങ്കാടുകൾ ഈ സൈഡ് നമ്മൾ അതിരായിട്ടാണ് വരുന്നത്. അതിൽ കുറേ മുളങ്കാടുകളുണ്ട്. ഇങ്ങനെയാണ് ലാൻഡ് വരുന്നത്. ഇവിടെ നിന്നാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള വ്യൂ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ 2 ഏക്കറിലാണ്. ഈ 2 ഏക്കർ എന്നുള്ള വ്യൂ ആണ് ഞാനിപ്പം ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തന്നത്. ഇതിൻ്റെ ഒരു മെച്ചം എന്താ വെച്ചാൽ നമ്മൾ വൈത്തിരി ടൗണ്, ഓൾഡ് വൈത്തിരി ടൗണ് ഇതൊക്കെ വളരെ അടുത്താണ്, തൊട്ടടുത്താണ്. അധികം ഉള്ളോട്ടൊന്നും പോകണ്ട. നമുക്ക് റോഡുകളൊക്കെ പെട്ടെന്ന് ആക്സസ് ആണ്. 2 ഏക്കർ ലാൻഡ് വരുന്നുണ്ട്. നമുക്ക് നല്ലൊരു റിസോർട്ട് പ്രൊജക്റ്റ് ഇതിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലാൻഡാണ്. ഇഷ്ടംപോലെ ലാൻഡ് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യാം. ഈ കാണുന്നതാണ് വ്യൂ. ഇതിപ്പോൾ നല്ല മഴയുള്ള സമയത്താണ്. എന്താ പറയുക, വ്യൂ അത്രയ്ക്ക് അങ്ങോട്ട് തെളിഞ്ഞ് കാണുന്നില്ല. ഇതിനേക്കാട്ടും വ്യൂ ഉണ്ടാവും നല്ല കുറച്ച് വെയിലൊക്കെ ഉള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ. നമ്മൾ ഓൾഡ് വൈത്തിരിയുള്ള ഫ്ലാറ്റാണ് ആ കാണുന്നത്. അപ്പോൾ ഏതാണ്ട് നല്ല അടിപൊളി വ്യൂ കിട്ടുന്നൊരു ലാൻഡാണ്. നല്ല മഴയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ട ഭൂമി വൈത്തിരിയാണ് കേട്ടോ. വൈത്തിരി നമ്മളെ ഓൾഡ് വൈത്തിരിയിൽ നിന്നും 1.5 കിലോമീറ്റർ 1.25 കിലോമീറ്റർ ഉള്ളൂ. അത്ര അടുത്താണ് ലാൻഡ് കിടക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല വിലയാണ്. വൈത്തിരിയുള്ള ലാൻഡിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്കറിയാം. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതിൻ്റെ കാര്യമില്ല. അത്യാവശ്യം മാർക്കറ്റുള്ളൊരു ഏരിയയാണ് വൈത്തിരി. അപ്പോൾ ഇത് ചോദിക്കുന്നത് 2 ഏക്കറാണ്. ഇത് സെൻറ്റ് വില ചോദിക്കുന്നത് 2.25 ലക്ഷം രൂപയാണ്.
2.25 ലക്ഷം രൂപയ്ക്ക് നമ്മളത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വർത്താണ്. വൈത്തിരി ഇപ്പോൾ വില കൂടുതലുണ്ടെങ്കിലും നമുക്ക് ലാൻഡ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ വിൽക്കുമ്പോഴൊക്കെ നമുക്ക് വൈത്തിരി കുറച്ചുകൂടെ സുഖമാണ്. നമുക്ക് നല്ല റേറ്റ് കിട്ടും, ലാഭം കിട്ടും, നമ്മളിനി ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും. അപ്പോൾ എല്ലാ സൗകര്യമുള്ള നല്ല ലാൻഡാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മഴയൊക്കെ തകർക്കുന്നുണ്ട് എല്ലായിടത്തും, അതേപോലെ തന്നെ എന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ചെറിയ മഴയത്ത് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.